ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പുനരാരംഭം ഇന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയ സമരവും പ്രശ്നമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇന്നലെ ഗതാഗത മന്ത്രി യോഗമൊക്കെ വിളിച്ച് അതൊക്കെ പരിഹരിച്ച് ഇന്നതിന് ശേഷം നമ്മുടെ ഡ്രൈവിംഗ് ഗ്രൗണ്ടുകളൊക്കെ രാവിലെ സജീവമായി തുടങ്ങി എന്നാണ് കേൾക്കുന്ന വിവരം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഷീജ മുട്ടത്തറയിലുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് നിന്നും. റൈറ്റ്, അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നു മുതൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നലെ ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമൊക്കെ വന്നിട്ടുള്ളത്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുറേയേറെ അവരുടെ ആശങ്കകളുണ്ട്. പരിഷ്കാരം നല്ലതാണ്, നിശ്ചയമായും ആ പരിഷ്കാരം വേണ്ടതുണ്ട് എന്ന് ഇന്നലെയൊക്കെ നമ്മൾ ഈ വിഷയം എടുക്കുമ്പോൾ ഒട്ടേറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നല്ല നിരീക്ഷണങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പരിഷ്കാരങ്ങൾ മുന്നോട്ട് തന്നെ, സമരമൊക്കെ തീരുന്നു. ഷീജ, അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കാലോചിതമായി പരിഷ്കരിക്കുക എന്ന് പറയുന്ന പൊതു കാര്യത്തിന് യാതൊരു തടസ്സവും മുട്ടുമില്ല. പക്ഷേ ആശങ്കകൾ പരിഹരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളൊക്കെ, യൂണിയനുകളൊക്കെ സജീവമായോ ഗ്രൗണ്ടിൽ? കുറേ ദിവസത്തെ ബ്രേക്ക് വന്നല്ലോ. തീർച്ചയായും ശരത്ത്, ഇന്നിപ്പോൾ ഞാനുള്ളത് മുട്ടത്തറയിലാണ്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ടെസ്റ്റിനുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം വരെ ഈ സ്ലോട്ട് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം കൂടുതലായിരുന്നു. പക്ഷേ പൊതുവെ ഈ സ്ലോട്ടുകൾ റദ്ദാക്കപ്പെടുന്നു. പ്രത്യേകിച്ചും സ്ലോട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് ഇവിടെ എത്തി ടെസ്റ്റ് നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ എണ്ണം കൂടുതൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നിപ്പോൾ 2 പേർ മാത്രമാണ് രാവിലെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അവർ അല്പസമയം മുമ്പ് ഇവിടെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എച്ചെടുക്കുന്ന ഗ്രൗണ്ടാണ്. അവിടെ ഈ എച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ റോഡ് ടെസ്റ്റിന് വേണ്ടി 2 പേർ പോയിരിക്കുകയാണ്. നിലവിൽ ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച അത് ഏറെ അനുകൂലമായി തന്നെയാണ് എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും കാണുന്നത്. പ്രത്യേകിച്ചും അവരുടെ ആവശ്യങ്ങൾ, ഈ പരിഷ്കരണം വേണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. പക്ഷേ ന്യായമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടി കേട്ടുകൊണ്ടുള്ള ഒരു പരിഷ്കരണം വേണം എന്നുള്ളതിലേക്ക് മാറണം എന്നുള്ളതാണ് അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഇന്നലെ ഏതായാലും ചർച്ചയിൽ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് ഒത്തുതീർപ്പായിട്ടുണ്ട്. അവർ ഉന്നയിച്ച 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ: ഒന്ന്, 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അത് 3 വർഷം കൂടി ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ടെസ്റ്റുകൾ നടത്തുന്നതിലെ എണ്ണം അത് 40 എന്നതാണ് നിജപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 1 MVD മാത്രമാണെങ്കിൽ 40-ഉം 2 MVD ഉള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലാണെങ്കിൽ അത് 80 ടെസ്റ്റുകൾ വരെ നടത്താം എന്നുള്ള രീതിയിലും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ എല്ലാ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളും സജീവമായി രാവിലെ മുതൽ തന്നെ ഉണർന്ന് തുടങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്. ശരത്ത്, ശരി, ഏതായാലും തീരുമാനം വന്നതിനെ തുടർന്ന്, ചർച്ചയിൽ പരിഹാരമൊക്കെ വന്നതിനെ തുടർന്ന് ടെസ്റ്റുകൾ സജീവമായി. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആളിൻ്റെ ഒരു വലിയ കുറവുണ്ട് എന്നതൊക്കെയാണ് സൂചിപ്പിച്ചത്. പക്ഷേ നാളെ മുതൽ എല്ലാം പഴയ സ്ഥിതിയിലേക്ക് തന്നെ മാറും. നല്ല തിരക്കുകൾ നമുക്ക്, അതുപോലെ ഈ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കാണുന്നതാണല്ലോ, നല്ല തിരക്ക് കാണാം. ആ ഒരു അവസ്ഥയിലേക്ക് നാളെ മുതൽ പൂർണ്ണാർത്ഥത്തിൽ, പൂർണ്ണതോതിൽ മാറും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഷീജയാണ് ഇപ്പോൾ മുട്ടത്തറയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.